ഉത്തർപ്രദേശ് നിയമസഭയിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന് 15 ജില്ലകളിലെ 73 മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. കനത്ത സുരക്ഷാ ബന്ദോബസ്തിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ 839 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. വിവരങ്ങളുമായി എം സന്തോഷ് ചേർന്നു. സന്തോഷ്, രാജ്യം ഒന്നടങ്കം ഉറ്റുനോക്കുന്നു ഉത്തർപ്രദേശിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞോ? അഞ്ചു പശ്ചിമ യു.പിയിലെ 15 ജില്ലകളിലായുള്ള 73 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. 2,60,00,000 വോട്ടർമാരാണ് ഇന്ന് സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുന്നത്. ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ചും ബി.ജെ.പിക്ക് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ ഉത്തർപ്രദേശിൽ നിന്നും മികച്ച നേട്ടമുണ്ടാക്കാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിൽ ഇത്തവണയും ബി.ജെ.പി വലിയ ഒരു വിജയമാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ 2012 നടന്ന ഉത്തർപ്രദേശിലെ 15 ജില്ലകളിലെ 73 മണ്ഡലങ്ങളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കുന്നു. 5 ഘട്ടങ്ങളിലായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. മുസാഫർ നഗർ ഉൾപ്പെടെയുള്ള വർഗീയ കലാപം നടന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. കനത്ത സുരക്ഷ അതുകൊണ്ട് തന്നെ ഒരുക്കിയിട്ടുമുണ്ട്. 839 സ്ഥാനാർത്ഥികളാണ് ഇന്ന് ജനവിധി തേടുന്നത്. തമിഴകത്തെ രാഷ്ട്രീയ നാടകം തുടരുന്നു. തീരുമാനം പ്രഖ്യാപിക്കാൻ ഗവർണർ മടിക്കുന്നതിനിടയിൽ പനീർസെൽവത്തിന് പിന്തുണ നൽകിയ എം.കെ. സ്റ്റാലിൻ ഗവർണറെ കണ്ടു. ഇതിനിടയിൽ പനീർസെൽവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച പ്രസിഡിയം ചെയർമാൻ മധുസൂദനനെ ശശികല പുറത്താക്കി. തമിഴകം ആര് ഭരിക്കുമെന്നറിയാൻ ഗവർണർ സി വിദ്യാസാഗർ റാവുവിന്റെ തീരുമാനത്തിനായി രാഷ്ട്രീയ ഇന്ത്യ ഉറ്റുനോക്കുമ്പോഴും നാടകീയത തുടരുകയാണ്. തീരുമാനം പ്രഖ്യാപിക്കാൻ ഗവർണർ വൈകുന്നതിനിടയിൽ പ്രതിപക്ഷ നേതാവ് എം.കെ. സ്റ്റാലിൻ പനീർസെൽവത്തിന് പിന്തുണ നൽകി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്ഭവനിലെ കൂടിക്കാഴ്ചയിൽ അണ്ണാ DMKയുടെ MLA-മാർ റിസോർട്ട് തടങ്കലിലാണെന്നും പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരമുണ്ടാക്കണമെന്നും സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. MLA-മാർ എവിടെയാണെന്ന് കണ്ടെത്തി വിശദ റിപ്പോർട്ട് നൽകാൻ പോലീസിനോട് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. MLA-മാർ ശശികലയുടെ തടവിലാണെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിൽ കേന്ദ്രസേനയെ വിന്യസിക്കാൻ ഗവർണർ നീക്കം നടത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ആരുടെയും സമ്മർദ്ദത്താലല്ല റിസോർട്ടിൽ തങ്ങുന്നതെന്നും ഭീഷണിയുള്ളതിനാലാണ് ഫോൺ ഓഫ് ചെയ്തതെന്ന പ്രതികരണവുമായി മഹാബലിപുരത്തെ റിസോർട്ടിലുള്ള 5 MLA-മാർ രംഗത്തെത്തി. ഇതിനിടയിൽ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിധി പറയാനിരിക്കെ ശശികലയുടെ സത്യപ്രതിജ്ഞ തടയണമെന്ന ഹർജി അടിയന്തരമായി പരിഗണിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത് ശശികലയ്ക്ക് താൽക്കാലിക ആശ്വാസമായി. അതേസമയം പനീർസെൽവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച പാർട്ടിയുടെ പ്രസിഡിയം ചെയർമാൻ മധുസൂദനെ സ്ഥാനത്ത് നിന്ന് ശശികല പുറത്താക്കി. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലും ഗവർണർ തീരുമാനം കൈക്കൊള്ളുമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഇന്നത്തെയും പ്രതികരണം. എന്നാൽ തീരുമാനം പ്രഖ്യാപിക്കുന്നത് ഗവർണർ ഇനിയും വൈകിപ്പിക്കുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, ദില്ലി. അധികാരത്തിനായുള്ള കുതിരക്കച്ചവടവും MLA-മാരുടെ അജ്ഞാതവാസവും ഇന്ത്യൻ ചരിത്രത്തിൽ പുതുമയല്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആന്ധ്രാപ്രദേശിലെ തെലുങ്കുദേശം പാർട്ടി പിടിച്ചെടുക്കാൻ ഇന്ദിരാഗാന്ധി ശ്രമിച്ചപ്പോൾ 1 മാസത്തോളമാണ് MLA-മാർ അജ്ഞാതവാസത്തിന് പോയത്. 2006-ൽ അർജുൻ മുണ്ട മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച മന്ത്രിമാർ ആഴ്ചകളോളം ആലപ്പുഴയിലെ സ്വകാര്യ റിസോർട്ടിൽ ഒളിവ് ജീവിതം നയിച്ചു. ശശികലയെ പിന്തുണയ്ക്കുന്ന MLA-മാരുടെ ഒളിവ് ജീവിതവും മറ്റൊരു ചരിത്രാവർത്തനമാവുകയാണ്. നിയമസഭയിൽ ശക്തി തെളിയിക്കുന്നതുവരെ MLA-മാരെ ഒളിവിൽ പാർപ്പിച്ചുള്ള ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിന് തുടക്കം കുറിക്കുന്നത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി NT രാമറാവു ആണ്. 1984-ൽ N. ഭാസ്കര റാവുവിന്റെ നേതൃത്വത്തിൽ തെലുങ്കുദേശം പാർട്ടി പിടിച്ചെടുക്കാൻ ഇന്ദിരാഗാന്ധി ശ്രമിച്ചപ്പോൾ 161 MLA-മാരുമായി NTR ബംഗളൂരുവിൽ ഒളിവിൽ പോയി. നിയമസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം ഉള്ളപ്പോഴായിരുന്നു മന്ത്രിസഭയിലെ രണ്ടാമൻ N. ഭാസ്കര റാവുവിനെ കോൺഗ്രസ് പിന്തുണയോടെ ഗവർണർ മുഖ്യമന്ത്രിയാക്കിയത്. 161 MLA-മാരുമായി NTR പിന്നീട് രാഷ്ട്രപതി ഭവനിലേക്ക് മാർച്ച് നടത്തിയാണ് ശക്തി തെളിയിച്ചത്. 1 മാസത്തിനു ശേഷം മുഖ്യമന്ത്രി സ്ഥാനം NTRന് തിരികെ ലഭിച്ചു. 2002-ൽ സഖ്യകക്ഷികൾ പിന്തുണ പിൻവലിച്ചതോടെ മഹാരാഷ്ട്രയിലെ വിലാസ് റാവു ദേശ്മുഖ് മന്ത്രിസഭയും പ്രതിസന്ധിയിലായി. പ്രതിസന്ധി തരണം ചെയ്യാൻ അന്ന് AICC ജനറൽ സെക്രട്ടറിയായിരുന്ന വയലാർ രവിയുടെ നേതൃത്വത്തിൽ ദിവസങ്ങളോളമാണ് കോൺഗ്രസ് NCP സാമാജികർ ഇൻഡോറിൽ ഒളിവിൽ താമസിച്ചത്. അർജുൻ മുണ്ടെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച മന്ത്രിമാർ 1 മാസത്തോളമാണ് 2006-ൽ ആലപ്പുഴയിലെ റിസോർട്ടിൽ ഒളിവിൽ കഴിഞ്ഞത്. 2008-ൽ യെഡിയൂരപ്പ മുഖ്യമന്ത്രിയായതിനു പിന്നാലെ ഓപ്പറേഷൻ താമര എന്ന പേരിൽ BJP വിമതരും പ്രതിപക്ഷ MLA-മാരും രംഗത്തെത്തി. വിശ്വാസ വോട്ട് തേടുന്നതിനിടെ കേരളത്തിലും ഗോവയിലുമുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലായി നിരവധി തവണയാണ് MLA-മാർ തമ്പടിച്ചത്. പിന്തുണയ്ക്കുന്ന MLA-മാരെ ചെന്നൈ വിമാനത്താവളത്തിന് സമീപത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഒളിപ്പിച്ച ശശികലയുടെ നീക്കവും മറ്റൊരു ചരിത്രത്തിന്റെ ആവർത്തനമാവുകയാണ്. മനുശങ്കർ, ദില്ലി.
ഫാസിസ്റ്റുകൾ മനഃപൂർവ്വമായ അസഹിഷ്ണുതകൾ സൃഷ്ടിക്കുന്നതായി സംവിധായകൻ കമൽ. അസഹിഷ്ണുതയുടെ ചിഹ്നങ്ങളായി സെൻസർ ബോർഡ് മാറുന്നുവെന്നും ശക്തമായ കമൽ സംസാരിച്ചത്. വലതുപക്ഷ ഫാസിസ്റ്റ് ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ നേരിടുന്നത് സിനിമാ മേഖലയാണ്. മനഃപൂർവ്വം ചിലർ അസഹിഷ്ണുത സൃഷ്ടിക്കുകയാണെന്നും കമൽ പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ ഫാസിസ്റ്റ് സമീപനങ്ങൾ എങ്ങനെയാണ് കലാസൃഷ്ടികളെ, കലാകാരന്മാരെയൊക്കെ ബാധിക്കുന്നത് എന്നുള്ളത് നമ്മൾ കുറച്ച് നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഇരയാകുന്നത് എന്നും സിനിമയാണെന്നുള്ളതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. എല്ലായിടത്തും അസഹിഷ്ണുത വ്യാപിക്കുകയാണ്. സെൻസർ ബോർഡിനെതിരെയും കമൽ ശക്തമായ പ്രതികരണമാണ് ഉന്നയിച്ചത്. വികലമായ സെൻസർ നിയമങ്ങളാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. അസഹിഷ്ണുതയുടെ ചിഹ്നമായി സെൻസർ ബോർഡ് മാറുന്നുവെന്നും കമൽ ആഞ്ഞടിച്ചു. വളരെ വികലമായ ഒരു സെൻസർ നിയമങ്ങളാണ് ഇവിടെ ഉണ്ടായി വരാൻ പോകുന്നത്. അതിനി കൂട്ടിച്ചേർക്കലുകൾ എന്തൊക്കെ വരുമെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയൊരു ചിഹ്നമായി തന്നെ സെൻസർ ബോർഡ് മാറുന്നു എന്നുള്ളത് അവിടെ കഥ കഴിയാണ് സിനിമയുടെ. നാവു മാത്രമല്ല തലച്ചോറും ഇൻഷൂർ ചെയ്യപ്പെടുന്ന കാലമാണ് ഉള്ളത്. ഭയപ്പെടുത്തൽ കൊണ്ടൊന്നും കലാകാരന്മാർ പേടിക്കില്ലെന്നും അതിനെയെല്ലാം അതിജീവിച്ച ചരിത്രമാണ് കലാകാരന്മാർക്ക് ഉള്ളതെന്നും കമൽ ഓർമ്മിപ്പിച്ചു. കോഴിക്കോട് നടക്കുന്ന അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കമൽ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അടച്ചുപൂട്ടിയ കൊല്ലം ഓയൂർ ട്രാവൻകൂർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തുറക്കണമെന്നാവശ്യപ്പെട്ട് എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ നടത്തിയ ഉപരോധ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. ജില്ലാ കളക്ടറുമായി വിദ്യാർത്ഥികൾ നടത്തിയ ചർച്ചയിൽ തിങ്കളാഴ്ച കോളേജ് തുറക്കുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല സമരം കളക്ടറേറ്റ് പടിക്കൽ ആരംഭിക്കാനാണ് എസ്എഫ്ഐയുടെ തീരുമാനം. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തും അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തും ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ അവസാനമായി നമുക്ക് തന്നിട്ടുള്ള ഉറപ്പ്. അല്ല, അത് അവര് പറഞ്ഞെങ്കിൽ അവരുടെ അടുത്ത് തന്നെ നമ്മൾ ചോദിക്കണം. അങ്ങനെ ഒരു ഉറപ്പ് അവര് പ്രതീക്ഷിച്ചു അല്ലെങ്കിൽ ആ ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അവരുടെ അടുത്ത് തന്നെ അന്വേഷിക്കാം. നമ്മൾ ഉറപ്പ് കൊടുത്തിരിക്കുന്നത് ഈ വിഷയം സർക്കാർ തലത്തിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ വീണ്ടും ഫോളോ അപ്പ് ചെയ്യും എന്നുള്ളത് മാത്രമാണ്. തിരുവനന്തപുരം ലോ അക്കാദമിക്ക് ജില്ലാ കളക്ടറുടെ നോട്ടീസ്. പുറമ്പോക്ക് ഭൂമിയിൽ നിർമ്മിച്ചിരിക്കുന്ന അക്കാദമിയുടെ പ്രധാന കവാടം പൊളിച്ചു നീക്കുന്നതിനായാണ് നോട്ടീസ് നൽകിയത്. കവാടം പുറമ്പോക്ക് ഭൂമി കയ്യേറി നിർമ്മിച്ചതാണെന്ന് നേരത്തെ റവന്യൂ വകുപ്പ് കണ്ടെത്തിയിരുന്നു. ലോ അക്കാദമിയുടെ പ്രധാന കവാടം ജല അതോറിറ്റിയുടെ പുറമ്പോക്ക് ഭൂമി കയ്യേറി നിർമ്മിച്ചതാണെന്ന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി നേരത്തെ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് കവാടം പൊളിച്ചു നീക്കുന്നതിനായി നടപടിയെടുക്കാൻ റവന്യൂ വകുപ്പ് ജില്ലാ കളക്ടറോട് നിർദ്ദേശിച്ചു. കവാടം പൊളിച്ചു നീക്കാതിരിക്കാൻ കാരണം ബോധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് തഹസിൽദാർ മുഖേന ലോ അക്കാദമിക്ക് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. മതിയായ കാരണം ബോധിപ്പിച്ചില്ലെങ്കിൽ ജില്ലാ ഭരണകൂടം അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കാൻ നടപടിയെടുക്കും. അക്കാദമിക്ക് സർക്കാർ നൽകിയ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ, ബാങ്ക് എന്നിവ ഒഴിപ്പിക്കാനും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്നു. ഇക്കാര്യത്തിലും വരും ദിവസങ്ങളിൽ കളക്ടർ നടപടി സ്വീകരിക്കും. അതേസമയം അക്കാദമിയിൽ ഉപയോഗമില്ലാതെ കിടക്കുന്ന 10 ഏക്കറോളം ഭൂമി തിരിച്ചുപിടിക്കുന്ന കാര്യത്തിൽ നിയമോപദേശം ലഭിച്ച ശേഷമേ നടപടിയുണ്ടാകൂ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉദ്യോഗസ്ഥരുടെ പിടിവാശിയിൽ റെയിൽപാത ഇരട്ടിപ്പിക്കൽ വൈകുന്നു. സ്ഥല ഉടമകൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാതെ സ്ഥലം ഏറ്റെടുക്കാനുള്ള റെയിൽവേയുടെ ശ്രമമാണ് പാത ഇരട്ടിപ്പിക്കലിന് തടസ്സമാകുന്നത്. കോട്ടയം ജില്ലയിലെ മുട്ടമ്പലം വില്ലേജിലെ 100ഓളം കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത്. പട്ടികജാതി കോളനികളിൽ താമസിക്കുന്ന കുടുംബങ്ങളെ ഉൾപ്പെടെ കുടിയൊഴിപ്പിക്കുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങൾ പാലിക്കാതെയും ഉടമകൾക്ക് നൽകേണ്ട നഷ്ടപരിഹാരത്തിന് പുറമെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള എല്ലാ ആനുകൂല്യങ്ങളും നിഷേധിച്ചും കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ചങ്ങനാശ്ശേരി കോട്ടയം പാതയിൽ 2011 പാത ഇരട്ടിപ്പിക്കലിന്റെ വിജ്ഞാപനം പുറപ്പെടുവിച്ച നാൾ മുതൽ സ്വന്തം ഭൂമിയിൽ നിർമ്മാണം നടത്താനോ ക്രയവിക്രയം ചെയ്യാനോ കഴിയാതെ 100ലധികം കുടുംബങ്ങൾ ദുരിതത്തിലാണ്. പുതിയ ഭൂമി ഏറ്റെടുക്കൽ നിയമമനുസരിച്ച് റെയിൽപാതയ്ക്കായി സ്ഥലം വിട്ടു നൽകുന്നവർക്ക് ലഭിക്കാൻ അർഹതയുള്ള ആനുകൂല്യങ്ങൾ റെയിൽവേ തിരസ്കരിക്കുകയാണെന്നും ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. മുട്ടമ്പലം വില്ലേജ് ഓഫീസിൽ
പെടുന്ന 130 കുടുംബങ്ങൾ ഇപ്പോൾ ആശങ്കയിലാണ്. പലയിടത്തും സ്ഥലമെടുത്ത് ന്യായമായി അതിന്റെ വില കൊടുത്ത ചരിത്രം ഇവിടെ കോട്ടയത്തുണ്ട്. കോട്ടയത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കോ റെയിൽവേയുടെ വികസന പ്രവർത്തനങ്ങൾക്കോ അവിടെ റെയിൽവേയുടെ പരിസരത്ത് സ്ഥലമുള്ളവരാരും അതിനെ തടസ്സം നിൽക്കുന്നില്ല. 2012 റെയിൽവേ ഉദ്യോഗസ്ഥരടങ്ങുന്ന ജില്ലാതല പർച്ചേസിംഗ് കമ്മിറ്റി സ്ഥല ഉടമകളുമായി ചർച്ച നടത്തിയിരുന്നെങ്കിലും ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന റെയിൽവേയുടെ കടുംപിടുത്തമാണ് പാതയിരട്ടിപ്പിക്കലിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ബെമൽ സ്വകാര്യവൽക്കരണത്തിനെതിരെ പ്രതിഷേധം ശക്തമായി. കഞ്ചിക്കോട്ടെ കമ്പനിക്ക് മുന്നിൽ ജീവനക്കാരുടെ സത്യാഗ്രഹം തുടരുകയാണ്. കുത്തകകളെ സഹായിക്കാനാണ് ചുളുവിലേക്ക് കമ്പനിയുടെ ഓഹരികൾ വിറ്റഴിക്കുന്നതെന്നാണ് ജീവനക്കാരുടെ പക്ഷം. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ വർഷങ്ങളായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡിന്റെ 26% ഓഹരി സ്വകാര്യ കമ്പനിക്ക് നൽകാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ഇന്ത്യൻ കരസേനയ്ക്ക് ടാങ്കറുകൾ, ടെട്രാട്രക്കുകൾ, റോക്കറ്റ് ലോഞ്ച് വാഹനങ്ങൾ എന്നിവ നിർമ്മിച്ചു നൽകുന്ന ഏക പൊതുമേഖലാ സ്ഥാപനമാണിത്. നിരവധി റെയിൽവേ കോച്ചുകളും 1000-ഓളം മെട്രോ കോച്ചുകളും ബെമലിന്റേതായി പുറത്തിറങ്ങിയിട്ടുണ്ട്. പ്രതിരോധ രംഗത്തെ നട്ടലായി പ്രവർത്തിക്കുന്ന ബെമൽ ഓഹരികൾ വിറ്റഴിക്കാൻ കാര്യമായ ചർച്ച നടന്നില്ലെന്നും രാജ്യസുരക്ഷയോ തൊഴിലാളികളെയോ വിശ്വാസത്തിലെടുത്തില്ലെന്നും ജീവനക്കാർ പറയുന്നു. രാജ്യത്തെ 4 യൂണിറ്റുകളും 50-ലധികം സർവീസ് സെന്ററുകളുമായി 56,000 കോടിയുടെ ആസ്തിയുള്ള സ്ഥാപനം 1000 കോടിക്കാണ് വിറ്റഴിക്കാൻ തീരുമാനിച്ചതെന്ന് ബെമൽ എംപ്ലോയീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എസ് ഗിരീഷ് പറഞ്ഞു. ഏകദേശം ഈ കമ്പനിക്ക് 3036 ഏക്കർ സ്ഥലവും കെട്ടിടങ്ങളും ടെക്നോളജിയും എല്ലാം ഉണ്ട്. ഈ സ്ഥാപനത്തെയാണ് വെറും 1000 കോടി രൂപയ്ക്ക് വിറ്റഴിക്കാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ 20 വർഷം കൊണ്ട് ഈ സ്ഥാപനം 2321 കോടി രൂപ ലാഭം നേടിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥാപനത്തിന്റെ തുച്ഛമായ വിലയ്ക്ക് ഈ സ്ഥാപനം വിറ്റഴിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ഈ തീരുമാനം പിൻവലിക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. കഞ്ചിക്കോട് യൂണിറ്റിനായി മുൻ LDF സർക്കാർ 375 ഏക്കർ സ്ഥലം സൌജന്യമായാണ് നൽകിയത്. 500-ലധികം തൊഴിലാളികൾ ഇന്നിവിടെ ജോലി ചെയ്യുന്നു. കമ്പനി സ്വകാര്യവൽക്കരിക്കരുതെന്നാവശ്യപ്പെട്ട് പൊതുമേഖലാ സംരക്ഷണ സമിതി രൂപീകരിച്ചാണ് പ്രക്ഷോഭം. ഇതിന്റെ ഭാഗമായി 1 ലക്ഷം പേരുടെ ഒപ്പ് ശേഖരിച്ച് പ്രധാനമന്ത്രിക്ക് നൽകാനുള്ള പ്രവർത്തനവും പുരോഗമിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തിരികെ വാർത്തകളിലേക്ക്. ബഹ്റൈനിൽ ആവേശമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ ഓരോ പരിപാടികളിലും വൻ ജനക്കൂട്ടമാണ് എത്തുന്നത്. ഉജ്ജ്വലമായ സ്വീകരണമാണ് ബഹ്റൈൻ ഭരണകൂടവും മുഖ്യമന്ത്രിക്ക് ഒരുക്കുന്നത്. കേരളത്തിന്റെ ജനകീയ നായകന് ഉജ്ജ്വലമായ വരവേൽപ്പാണ് ബഹ്റൈൻ നൽകുന്നത്. പങ്കെടുക്കുന്ന ഓരോ പരിപാടികളിലും വൻ ജനാവലി മുഖ്യമന്ത്രിയെ കാണാനും പ്രസംഗം കേൾക്കാനുമെത്തി. വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ നിമിഷം മുതൽ മോട്ടോർക്കേഡ് അകമ്പടിയോടെ ബഹ്റൈൻ ഭരണകൂടവും ആതിഥ്യം പ്രകടമാക്കി. ബഹ്റൈൻ പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയും കിരീടാവകാശി സൽമാൻ ബിൻ ഹമദ് ബിൻ ഈസ അൽ ഖലീഫയും മുഖ്യമന്ത്രി പിണറായി വിജയന് തങ്ങളുടെ കൊട്ടാരത്തിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. ബഹ്റൈൻ കേരള സമാജത്തിൽ ഒരുക്കിയ പരിപാടികളിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ആവേശമായിരുന്നു. 10,000-കണക്കിന് പേരാണ് 2 ദിവസങ്ങളിൽ ഇവിടെ നടന്ന പരിപാടികളിൽ മുഖ്യമന്ത്രിയെ കാണാനെത്തിയത്. ബഹ്റൈൻ സർക്കാരിന്റെ മോട്ടോർക്കേഡിന്റെ അകമ്പടിയോടെ പോകുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ വഴിയോരങ്ങളിലും ജനങ്ങൾ കാത്തുനിന്നു. ഇതാദ്യമായാണ് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിക്ക് പ്രവാസ ലോകത്ത് ഇത്ര ഉജ്ജ്വലമായ സ്വീകരണം ലഭിക്കുന്നത്. ഒരു രാഷ്ട്രത്തലവൻ നൽകുന്ന അതേ സ്വീകരണമാണ് ബഹ്റൈൻ ഭരണകൂടം മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയത്. ബഹ്റൈനിലെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസി മലയാളികൾക്ക് വലിയ അംഗീകാരം കൂടിയായി ഇത്. അനിൽ തിരൂരിനും ക്യാമറമാൻ പ്രമോദ് തിരൂരിനുമൊപ്പം ബഹ്റൈനിൽ നിന്ന് ടി ജമാലുദ്ദീൻ. മനുഷ്യർ ഭക്തിലഹരി പ്രകടിപ്പിക്കുന്നത് മനസ്സിലാവും. അവരുടെ വളർത്തുമൃഗങ്ങളെയും അതിനുപയോഗിക്കുന്നത് സാധാരണ ഉണ്ടാവാറില്ല. എന്നാൽ അങ്ങനെയൊന്ന് കൊല്ലത്ത് നടന്നു. തൈപ്പൂയ ഉത്സവത്തിന്റെ ഭാഗമായി കൊല്ലത്തെ ഒരു കുടുംബം അവരുടെ മക്കളെ പോലെ സ്നേഹിക്കുന്ന വളർത്തുകോഴിയെ തൈപ്പൂയ വ്രതത്തിൽ കാപ്പുകെട്ടി പങ്കെടുപ്പിച്ചു. വേലണിയിച്ച കോഴിയെ ക്ഷേത്രത്തിന് സമർപ്പിച്ചു. കൊല്ലം അഞ്ചാലുമൂട് വെട്ടുവിളയിൽ ജയനാണ് തന്റെ ഓമന പൂവൻകോഴിയെ ശൂലം കുത്തിച്ചത്. കോഴിയെ വ്രതം നോറ്റിച്ചതും ശൂലം കുത്തിച്ചതുമൊക്കെ അന്ധവിശ്വാസമാണോ എന്ന് ജയന് അറിയില്ല. പക്ഷേ ജയനെ സംബന്ധിച്ച് സ്വന്തം മകനെന്ന് കരുതിയാണ് ഈ സമർപ്പണം. കൂലിപ്പണിക്കാരനായ ജയൻ 28 കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിയതിൽ 3 മാത്രമാണ് മിച്ചമായത്. 2 കൊല്ലം അമ്മച്ചിവീട് ക്ഷേത്രത്തിന് സമർപ്പിച്ചു. ബാക്കിയായ മുരുകനെ സ്വന്തം മക്കളോടുള്ള വാത്സല്യം പകർന്നു വളർത്തി. മുരുകൻ എന്ന് വിളിച്ചു. ജയന്റെ കുടുംബത്തെ അക്ഷരാർത്ഥത്തിൽ ഈ കാലമത്രയും കോഴി കാവൽ കാക്കുകയായിരുന്നു. വിളിച്ചാൽ വിളുപ്പുറത്തായിരുന്നു മുരുകനെന്ന് ജയൻ പറഞ്ഞു. എനിക്ക് വാച്ചിന്റെ ഒന്നും കാര്യമില്ല. അവന്റെ ഒക്കെ സമയം പറഞ്ഞ ആ സമയത്ത് തന്നെ കൂവുകയും ചെയ്യും. എനിക്ക് എവിടെ പോകണമെങ്കിലും അവൻ്റെ ഒക്കെ പറഞ്ഞാൽ മതി.
ആ ടൈമേ അവൻ കൂത്തിരും. ജയന്റെ മകളുമായാണ് മുരുകൻ ഏറെ ചങ്ങാത്തമെന്ന് ഭാര്യ ഷീജ പറഞ്ഞു. കൊച്ചിനോടാ കൂടുതൽ സ്നേഹം, കൂവി എടുക്കുകയൊക്കെ ചെയ്യും. നമ്മൾ ഭാവിയെന്ന് വിളിക്കുമ്പോൾ അത് അനുസരിച്ച് കൂവി വിളിക്കും. വ്രതം എടുത്തുകൊണ്ടിരുന്നപ്പോഴും നമ്മൾ അതാണ് കന്നമീനൊന്നും കൊടുക്കാതെ കൊച്ചിനെ കുളിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മൾ മനുഷ്യരെങ്ങനെയാണെന്ന് വെച്ചാൽ അതേ കണക്ക് തന്നെ. ഭക്തിയുടെ മുമ്പിൽ പ്രകൃതിയെന്നോ മനുഷ്യനെന്നോ മൃഗങ്ങളെന്നോ പക്ഷികളോ എന്നോ യാതൊരു വേർതിരിവുമില്ല. അതിന്റെ തെളിവ് കൂടിയാണ് അവരുടെ വളർത്തു പക്ഷി ആയിട്ടുള്ള പൂവൻകോഴി മുരുകനെ അവർ ശൂലം കുത്തി ഇപ്പോൾ മുരുകന് തന്നെ സമർപ്പിക്കുന്നത്. ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. ഇടുക്കിയിൽ കശ്മീരി കരകൌശലശാലയിൽ നിന്നും ആഭരണങ്ങൾ മോഷ്ടിച്ച 2 കശ്മീരികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജമ്മു മാഗം സ്വദേശികളായ ഇർഫാൻ, ഹുസൈൻ അജാം, അബ്ദുൾ റഷീദ് ലോൺ എന്നിവരാണ് അറസ്റ്റിലായത്. 90 ലക്ഷം രൂപയുടെ കരകൌശല വസ്തുക്കളാണ് ഇവർ മോഷ്ടിച്ചത്. കഴിഞ്ഞ ജനുവരി 6 പുലർച്ചെയാണ് കുമളി ടൗണിൽ പ്രവർത്തിക്കുന്ന ചോള ആർട്സ് എംപോറിയത്തിൽ നിന്നും 90 ലക്ഷം രൂപ വിലമതിക്കുന്ന ഡയമണ്ട്, സ്വർണം, വെള്ളി ഉൾപ്പെടെയുള്ള ആഭരണങ്ങളും വിലപിടിപ്പുള്ള വിവിധതരം കല്ലുകളും കാശ്മീരി ഷോളുകളും മോഷണം പോയത്. 7 വർഷം മുമ്പ് കുമളിയിലെത്തിയ ഇർഫാൻ 4 വർഷത്തോളം ചോളയിൽ ജീവനക്കാരനായിരുന്നു. കാശ്മീരിൽ നിന്നുമാണ് ഇരുവരും പൂട്ടുപൊളിക്കുന്നതിനുള്ള ആയുധങ്ങൾ കൊണ്ടുവന്നത്. കെട്ടിടത്തിന്റെ പിൻഭാഗത്തുള്ള ഷട്ടറും ഇതിനുള്ളിലെ ഷെൽഫും പൊളിച്ചാണ് മോഷണം നടത്തിയത്. CCTVയിൽ നിന്നുള്ള ദൃശ്യങ്ങളും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരും പിടിയിലാകുന്നത്. മോഷണത്തിന് ശേഷം ഇരുവരും കാശ്മീരിലേക്ക് പോകുകയായിരുന്നു. കശ്മീർ പോലീസിന്റെ സഹായത്തോടെയാണ് കുമളി പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ യുവാവിനെ മർദ്ദിച്ചത് SFIക്കാർ അല്ലെന്ന് ദൃക്സാക്ഷികളായ വിദ്യാർത്ഥിനികൾ. യൂണിവേഴ്സിറ്റി കോളേജിൽ പെൺസുഹൃത്തുക്കളോടൊപ്പം എത്തിയ യുവാവിനെ SFIക്കാർ മർദ്ദിച്ചുവെന്നാണ് പരാതി. മോശം സാഹചര്യത്തിൽ ക്ലാസ് മുറിക്കുള്ളിൽ കണ്ട വിദ്യാർത്ഥികൾ തങ്ങളെ അധിക്ഷേപിച്ചതായി വിദ്യാർത്ഥിനികളായ സൗമ്യയും ആതിരയും ബബിതയും വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ കഴിഞ്ഞ ദിവസമാണ് ക്യാമ്പസിന് പുറത്തുനിന്നും വന്ന യുവാവിന് വിദ്യാർത്ഥികളിൽ നിന്നും മർദ്ദനമേറ്റത്. പെൺസുഹൃത്തുക്കളോടൊപ്പം കോളേജിൽ പരിപാടി കാണാനെത്തിയ തന്നെ SFIക്കാർ മർദ്ദിച്ചുവെന്നാണ് യുവാവും സംഭവത്തിൽ ഉൾപ്പെട്ട 2 വിദ്യാർത്ഥിനികളും പോലീസിൽ നൽകിയിരിക്കുന്ന പരാതി. എന്നാൽ യുവാവിനെ മർദ്ദിച്ചത് SFIക്കാരല്ലെന്ന് സംഭവത്തിൽ ദൃക്സാക്ഷികളായ വിദ്യാർത്ഥിനികൾ കോളേജിൽ വിളിച്ച വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 1ാം വർഷ ഹിസ്റ്ററി വിദ്യാർത്ഥിനി സൗമ്യ ആ ക്ലാസ് റൂമിനകത്ത് വളരെ മോശമായിട്ട് രീതിയിൽ കാണപ്പെടുകയുണ്ടായി. ഇത് കണ്ടപ്പോൾ ഈ പെൺകുട്ടി ഞങ്ങളോട് ഷൗട്ട് ചെയ്തു. അപ്പം ഇത് ഞങ്ങൾ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അത് കേട്ടോണ്ട് പോയ ബാക്കിയുള്ളവരെല്ലാവരും വന്ന് കൂടുകയുണ്ടായി. അവിടുത്തെ കാര്യം എന്താണെന്ന് തിരക്കി അവർ തമ്മിൽ അടിയായി. പിന്നെ SFIക്കാർ വന്ന് ആ പയ്യനെ വിളിച്ച് പുറത്തു കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും ചെയ്തു. തങ്ങളോട് വളരെ മോശമായാണ് യുവാവും മറ്റു 2 വിദ്യാർത്ഥിനികളും പെരുമാറിയതെന്നും അവർ കുറ്റപ്പെടുത്തി. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ വേറൊരു ഡിപ്പാർട്ട്മെന്റിലെ കുട്ടിക്ക് എന്താണ് കാര്യമെന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ അവൾ ചോദിച്ചത് നിന്റെ തന്തയുടെ വകയാണോ ഈ കോളേജ് എന്നാണ് അവൾ ചോദിച്ചത്. ഇത്രയും മേച്ചമായ രീതിയിൽ അവൾ സംസാരിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും. ഇത് മാത്രമല്ല, അവൾ അസഫീൽ വർഷം തന്നെയാണ് അവിടെ നടത്തിയത്. അതൊന്നും ഞങ്ങൾക്ക് സത്യത്തിൽ പുറത്ത് പറയാൻ തന്നെ നാണക്കേടായിട്ടാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇതിൽ കൂടുതലും വ്യക്തമായ രീതിയിൽ എങ്ങനെ പറയണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ദൃക്സാക്ഷികളായ വിദ്യാർത്ഥിനികൾ കോളേജ് പ്രിൻസിപ്പാളിന് പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം യുവാവിനൊപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥിനികൾ നൽകിയ പരാതിയിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അതിജീവനത്തിന്റെയും പ്രതിരോധനത്തിന്റെയും കലാവിഷ്കാരമാണ് കവിതയെന്ന ഉദ്ഘോഷവുമായി കാവ്യോത്സവം. 150ഓളം കവിതകൾ ഒത്തുചേർന്ന ഈ അപൂർവ കവിസംഗമത്തിന് ആതിഥ്യമൊരുക്കിയത് കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ സാഹിത്യവേദിയാണ്. അധികാര കേന്ദ്രങ്ങളോട് സത്യം വിളിച്ചു പറയാനുള്ള മാധ്യമമാണ് കവിതയെന്ന് കാവ്യോത്സവം ഉദ്ഘാടനം ചെയ്ത കവി സച്ചിദാനന്ദൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് സാഹിത്യവേദിയുടെ 30ാം വാർഷികത്തിന്റെ ഭാഗമായാണ് വൈവിധ്യമാർന്ന പരിപാടികളോടെ കാവ്യോത്സവം സംഘടിപ്പിച്ചത്. 150ഓളം കവികളുടെ ഒത്തുചേരലായിരുന്നു മുഖ്യ ആകർഷണം. ഒരേസമയം 5 വേദികളിലായി കാവ്യസംവാദങ്ങൾ നടന്നു. കവിത അധികാര കേന്ദ്രങ്ങളോട് സത്യം വിളിച്ചു പറയാനുള്ള മാധ്യമമാണെന്ന് കാവ്യോത്സവം ഉദ്ഘാടനം ചെയ്ത പ്രശസ്ത കവി സച്ചിദാനന്ദൻ പറഞ്ഞു. കവിത യഥാർത്ഥത്തിൽ നവീകരിക്കപ്പെടുന്നത് സത്യം പറയാനുള്ള യത്നത്തിന് പഴയ ഭാഷ, പഴയ ശൈലി പ്രതിബന്ധമാണെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ പുതിയ ഘടനയിലേക്കും പുതിയ ശൈലിയിലേക്കും എഴുത്തുകാർ നീങ്ങുമ്പോഴാണ്. ഈ നീക്കമാണ്
ഈ തരത്തിലുള്ള നീക്കങ്ങളുടെ അനുസ്യൂതിയാണ് വാസ്തവത്തിൽ കവിതയുടെ പാരമ്പര്യം. തെരഞ്ഞെടുത്ത കവിതകൾക്ക് 15ഓളം ചിത്രകാരന്മാർ ക്യാൻവാസുകളിൽ വർണ്ണങ്ങളാൽ ദൃശ്യാവിഷ്കാരം നൽകി. ചിത്രകാരി കവിതാ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എൻഡോസൾഫാൻ വിരുദ്ധ കവിതകളുടെ സമാഹാരം ദുരിതബാധിതയും എഴുത്തുകാരിയുമായ KV ശില്പയ്ക്ക് നൽകി കവി KG ശങ്കരപ്പിള്ള പ്രകാശനം ചെയ്തു. കവിതയുടെ ആവിഷ്കാരവും അതിജീവനവും എന്ന വിഷയത്തിൽ നടന്ന സംവാദത്തിൽ കവി കരിവെള്ളൂർ മുരളി അധ്യക്ഷനായിരുന്നു. കലാപ്രതിഭകളുടെ സംഗമമായി മാറിയ കാവ്യോത്സവം സഹൃദയ മനസ്സുകൾക്ക് നവ്യാനുഭവമായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ICL ഫിൻകോർപ്പ് ആരോഗ്യ ചികിത്സാ രംഗത്ത് ചുവടുവയ്ക്കുന്നതിന്റെ ഭാഗമായി 50 മെഡി ലാബുകൾ ആരംഭിക്കുമെന്ന് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ KG അനിൽകുമാർ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 100 കോടി രൂപ മുടക്കി 50 ECP സെന്ററുകളാണ് ആരംഭിക്കുന്നത്. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സൗകര്യങ്ങൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും KG അനിൽകുമാർ പറഞ്ഞു. ലബോറട്ടറിയും ഫാർമസിയും ഉൾപ്പെടുന്ന ആദ്യ കേന്ദ്രം ഇരിങ്ങാലക്കുടിയിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കും.